അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുസരണയില്ലാത്ത മക്കളെ സംബന്ധിച്ചിട്ടായിരിക്കും ഞങ്ങൾ ചർച്ചയാക്കുന്നത്. നാളെ മക്കൾ നമുക്ക് അനുസരിക്കില്ല, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തന്നില്ല, എപ്പോൾ നോക്കിയാൽ മക്കളെ കൊണ്ട് ടെൻഷൻ. അപ്പോൾ എന്ത് ആക്കണേ ಇದಕ್ಕೆ എന്തൊരു ഈ ഒരു സമസ്യ ഒരുപാട് കാലമായിട്ട് ഇതിക്കൊരു പരിഹാര എന്തെങ്കിലും കിട്ടാശുള്ള വിഷയത്തായിരിക്കും ചർച്ചയാക്കേണ്ടത്. അപ്പോൾ ഒരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഇന്നലെ ഞങ്ങൾ പഠിച്ച ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രവർത്തിക്കണം. ദുആ ഏറ്റിക്കിട് ഏക പരിഹാരം ആറ് നമുക്ക് ആ മക്കളെ ഗിഫ്റ്റ് ആക്കി തന്നാണ് ആ റബ്ബിലേക്ക് തന്നെ തിരിച്ചിട്ട് നമുക്ക് എന്നൊക്കെ ദ്വാരക്കാം, റബ്ബിലേക്ക് തന്നെ ആ കേസ് കൊടുക്കാം. അള്ളാഹുവേ നീ തന്നെ കിടാവ് നല്ല അനുസരിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഒരു അനുസരണയുള്ള കിടാവാക്കണം അള്ളാഹ് ചെന്നിട്ട് അള്ളാഹുവിടെ നിരന്തരമായിട്ട് ദ്വാരക്കാം. അത് എങ്ങനെ ദ്വാരക്കെന്ന് ചൊല്ലുന്നത് അള്ളാഹുവെ അവൻ്റെ ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടി തന്ന അതായിരിക്കും പോയിന്റുള്ളേ. അപ്പോൾ അതേ ദുആത്തെ തിരിച്ച് അള്ളാഹുവിടെ ഞങ്ങൾ ദ്വാരനെ കയറ്റും. ഞങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾ ദ്വാർന്നിട്ടുള്ളല്ലേ, പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് പടിപാടി തന്നെ ഖുർആനിൽ തന്നതായ ദുആ അതേ ദുആത്തെ പിടിച്ചിട്ട് അള്ളാഹുവിട്ട് ഞങ്ങൾ മുറയിടുമ്പോൾ ಖಂಡಿತമായിട്ടും ഉത്തരം കിട്ടുമോ യാറാ ചാൻസ് ഉണ്ട്. അതുകൊണ്ടും ആ രണ്ട് ദുആ ഞാൻ ഇന്നലെ പടിപാട്ടിയത് അത് ദയമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് അത് ദ്വാർന്നോട്ടിക്കണം. ആരെങ്കിലും അതിനെ പഠിക്കാണ്ട് ബാക്കി ആരെങ്കിലും ഒന്നും കൂടി അത് വീഡിയോ നോക്കിയിട്ട് അതിൽ ടൈപ്പാക്കിയതായ ആ ദുആ ഒന്നും പഠിച്ചിട്ട് നിരന്തരമായിട്ട് 5 വക്ത നിസ്കാരത്തിനും തഹജ്ജുദിനും ളുഹാ നിസ്കാരത്തിനും സമയത്തിനും അതല്ലാത്ത സമയത്തെല്ലാം ദ്വാർന്നിട്ടേക്കാം. അള്ളാഹു കബൂലാക്കട്ടെ ദ്വാ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്ന മുന്നോളും ഞങ്ങളെ ഈ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾമാർ നോക്കിയിട്ടുള്ളാറ്. ഇന്നത്തെ ക്ലാസ് ചെമ്മ ആൾമാർ ലൈക്കാക്കിടാറ്, അതിൽ ഷെയർ ആക്കിടാറ്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾമാരുള്ളാറ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്താക്കട്ടെ. പിന്നെ അകയില്ലാണ്ട് പ്രോബ്ലമുള്ള ഒരാൾ വസിയത്താക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും ആരെല്ലാം അകയില്ലാണ്ട് നാളെ ഈ ക്ലാസ് നോക്കണേ എത്ര ആൾമാർ അകയില്ലാണ്ടുള്ള അള്ളാഹു ഈ ഇരുമിടെ ബർക്കത്ത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു അകം ഉണ്ടാക്കും. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. കടവുള്ളങ്ങുള്ള കൊണ്ട് വസിയത്താക്കിയത് അള്ളാഹു എല്ലാം ഞങ്ങൾ എല്ലാവരും കട അള്ളാഹു വീടുള്ള കവാട തുറന്നു തരട്ടെ. അതുപോലെ ഈമാൻ സലാമത്താക്കോ ദ്വാർന്നുള്ള ദ്വാരക്കോ വസിയത്താക്കിയ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെല്ലാവരെയും ഈമാൻ അള്ളാഹു കാമിലായ ഈമാനോട് കൂടി മരിക്കോ തൗഫീഖ് തരട്ടെ. തിരിച്ചത്തെ മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിടത്ത് ഞങ്ങളെ പിന്നെ മക്കൂബേനായിട്ട് നിരന്തരമായിട്ട് ദുആ ചെയ്യാണ്ട് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതേ ആക്കിയെങ്കിലേ ഞങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും പരിഹാരമാണ്. അതെന്തായിരിക്കണത്? അത് ഞങ്ങളെ മക്ക ഞങ്ങളെ അനുസരിക്കാത്തത്, ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് റെസ്പെക്റ്റ് തരാത്തത്, ഞങ്ങളെ കെയർ ആക്കാത്തതിൻ്റെ ഏറ്റവും മൂല കാരണം ഞങ്ങൾ നോക്കിപ്പോയെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ಗೊತ್ತಿല്ലാണ്ടമേ ചിലപ്പോൾ ഞങ്ങളെ ഉമ്മ അബ്ബಗೂ ഞങ്ങളെ പോഷകന്മാർക്ക് ഞങ്ങൾ കെയർ ആക്കിയിട്ടില്ല. അത് യാറാ കാരണമായിട്ട് ಬಂದು ഇത് ನನ್ನ ಬಗ್ಗೆ ನಾ ಚೆಲ್ಲಲ್ಲ ಅಂದ್ರೆ ഞങ്ങളെ പിന്നെ ഉമ്മ അവിടെ ഞങ്ങൾ കെയർ ആക്കാത്തപ്പോൾ ഞങ്ങളെ മക്ക നാളെ കെയർ ആക്കില്ല. ഇത് ನನ್ನ ಬಗ್ಗೆ ലൈറ്റല്ല. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കണ്ട് ബിർറു ആബാഅക്കും പിന്നെ തബിറുക്കും അബ്നാഉക്കും, നിങ്ങളെ ഉമ്മ അബ്ബಗೂ നിങ്ങൾ എന്താക്കറു നല്ല ഗുണം ചെയ്യും എങ്കിൽ തബിറുക്കും അബ്നാഉക്കും നിങ്ങളെ മക്ക നിങ്ങൾക്ക് ഗുണം ചെയ്ത് നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കറു. നിങ്ങളെ ഉമ്മ അവിടെ നിങ്ങൾ കെയർ ആക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഉമ്മ അവിടെ വിഷയത്തിൽ നിങ്ങൾക്ക് യാറെ കാളജി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങളെ മക്കൾ നിന്നിട്ട് അത് നിരീക്ഷിക്കടേ? ഒരിക്കലും അത് സാധ്യമില്ല. തലക്ക് വീറ്റിയത് കാല് ബണ്ടേ. അപ്പോൾ ഞങ്ങൾ കെയർ ആക്കിയിട്ടില്ല, ഞങ്ങളെ ഉമ്മ അവിടെ വിഷയത്തിൽ ഞങ്ങൾക്ക് കെയറില്ലേ എങ്കിൽ ഞങ്ങളെ മക്കൾ ഞങ്ങൾ കെയർ ആക്കുന്നത് നിരീക്ഷിക്കുന്നത് മഹാ തപ്പായിരിക്കുന്നത് ഒരിക്കലും സാധ്യവുമല്ല. എൻ്റെ ഉമ്മ അവിടെ ഞാൻ കറക്റ്റ് നോക്കാണ്ട് എൻ്റെ മക്കൾ തന്നെ നോക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര അർത്ഥമുണ്ട്? ഇല്ലതാവില്ല. അതുകൊണ്ടും ഫസ്റ്റായിട്ട് ആ മൂലത്തെ ഒന്ന് സമാക്കണം. ഞങ്ങളെ ഉമ്മ അവിടെ ഞങ്ങൾ കറക്റ്റ് നോക്കണം. അങ്ങ് ഹയാത്തുള്ളാറുണ്ടായെങ്കിൽ ഞങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് നോക്കണം. അങ്ങനെ ഞങ്ങൾ കെയർ ആക്കണം. ഞങ്ങൾ ചിന്തിക്കുമോ ഒരു നാളിൽ ഞങ്ങൾ എത്ര പെട്ടെന്ന് ഞങ്ങൾ ഉമ്മ അവിടെ ഞങ്ങൾ നനപ്പാക്കണം. അങ്ങനെ ആരോഗ്യത്തെ വിഷയത്തിൽ ഞങ്ങൾ എത്ര കാളജി ഉണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചിന്തിച്ച് എന്തെങ്കിലും പരിഹാരം ഞങ്ങൾ കണ്ടെത്തിരമാ ഇല്ല. ഞങ്ങളെ മക്കളെ സംബന്ധിച്ചിട്ട് ഫോക്കസ് ആക്കണം. ഞങ്ങളെ ബലത്തു അങ്ങനെ ബലിയാക്കുന്നു. പക്ഷേ ആ മക്ക ബലിയായിട്ട് ഞങ്ങൾ തിരിഞ്ഞ് നോക്കില്ല. ചിലതിൽ 100% കറക്റ്റായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങളെ ഉമ്മ അവിടെ ഞങ്ങൾ കറക്റ്റ് നോക്കണം, ഞങ്ങളെ കെയർ ആക്കണം. ബേസിക് എത്തി ഉമ്മമാർ അബ്ബമാരെ വിഷയത്തിൽ ഭയങ്കരത്തിൽ ഞങ്ങൾ ജാഗ്രത ആക്കണം.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെന്തരെ പിന്നെ എല്ലാ ആക്കിയതായ ദോഷത്തുക്ക് ശിക്ഷ അള്ളാഹു ആഖിറത്ത് കയറ്റിക്കടി ആരാ നീട്ടി വെക്കടെ. പക്ഷേ ഉമ്മ അബ്ബടെ ബേജാറാക്കിയങ്ങ, ഉമ്മ അബ്ബടെ നെഗ്ലക്റ്റ് ആക്കിയങ്ങ, ഉമ്മ അബ്ബടെ കെയർ ആക്കാത്തക്ക് ദുനിയാവിലെ അള്ളാഹു ശിക്ഷ കൊടുക്കണതാണ്. ആ ശിക്ഷത്തെ ഫലമായിട്ട് ഇപ്പം കാണാൻ പോയിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. അതേ സന്ദർഭത്തിൽ എല്ലാ അമലുകളും അതിരെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്ത് നീട്ടി വെക്കുന്നതായിരിക്കും സാധാരണ. എങ്കിൽ ഉമ്മ അബ്ബക്കും ഞങ്ങൾ ചെയ്യുന്നതായ ആ കൊണുണ്ടല്ലോ അത് ദുനിയാവിലെ നമുക്ക് കിട്ടുക. ഉമ്മ അബ്ബക്കും ഞങ്ങൾ ആക്കിയതായ സേവക്ക് ദുനിയാവിലെ നമുക്ക് അള്ളാഹു ഫല തണ്ട. എത്ര ആൾമാർ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്ത് എത്തിയപ്പോൾ ചെന്നിട്ട് എൻ്റെ ഉമ്മയുടെ ദുആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആൾമാർ മാക്കി ദുആ ഉമ്മയുടെ ദുആ അബ്ബയുടെ ദുആ ഇത് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു നസീബായിട്ട്. അപ്പോൾ ആ ഉമ്മ അപ്പം ഹയാത്തുള്ളാറുണ്ട്, അങ്ങനെ മനസ്സിൽ ഞങ്ങൾ സന്തലാക്കും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഉമ്മ മൂത്തായാൽ പിന്നെ അള്ളാഹുടെ കാണുകയായിട്ട് അഥവാ സന്ദർശിക്കുകയായിട്ട് തൂർ സീന പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അള്ളാഹു ചെന്നോല, ഓ മൂസാ നബിയെ ഇനി തെല്ല് ജാഗ്രത ആക്കറു, തെല്ല് പർവ്വതത്തിൽ കയറുമ്പോൾ തെല്ല് ജാഗ്രത ആക്കറു. കാരണം ഇന്ന് നിങ്ങൾ ഭൂലോകം ആറെ ചാൻസ് ഉണ്ടു, കാരണം നിങ്ങൾ ഉമ്മയില്ലല്ലേ, ഇല്ലേ ഉമ്മ നിങ്ങൾക്ക് ദ്വാരം കൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇനി നിങ്ങൾക്ക് ഉമ്മയില്ല, അതുകൊണ്ട് ജാഗ്രത ആക്കറു ജീവിതത്തിൽ. അപ്പോൾ ഉമ്മയുടെ ദുആ അബ്ബയുടെ ദുആ അങ്ങ് ഹയാത്തുള്ളാറുണ്ടായെങ്കിൽ അത് നിങ്ങൾ വലിയ നിധിയായിട്ട് കിട്ടും. അതൊക്കെ സമാനമായ ഒരു നിധി ഞങ്ങൾക്ക് വേറെ ഇല്ല. അങ്ങനെ ഞങ്ങൾ സന്തോഷമാക്കും. ഇതിൻ്റെ ബേസെത്തിയ ഉമ്മമാരുള്ളാർ അബ്ബമാരുള്ളാർ മക്കളെ ഞങ്ങൾക്ക് അങ്ങനെ നോക്കുക, അങ്ങനെ സംബന്ധിച്ച് കെയർ ആക്കുക ഞങ്ങൾക്ക് ഒരു സമയം ഇന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് വലിയ ഞങ്ങൾ ജാഗ്രത ആക്കും. ബേസായ ഉമ്മ അബ്ബ ഞങ്ങൾക്ക് കിട്ടിയാറ അത് ഞങ്ങളെ ഭാഗ്യമായിട്ട് അങ്ങക്ക് വേനായിട്ടുള്ള എല്ലാ സേവയാക്കും ഞങ്ങൾ റെഡിയാവും, ഹിദ്മത്തെടുക്കും. ചിലപ്പോൾ അങ്ങനെ മലമൂത്ര ശുചിയാക്കുകയും അതുപോലത്തെ ഞങ്ങൾ കുലിപ്പാട്ടും ഇതെല്ലാം ഒരു ബേസായ ഉമ്മ എത്തി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ചാക്രിയാക്കുകയും പെണ്ണുമക്ക റെഡിയാവും. അത് ആ ഉമ്മക്ക് നമുക്ക് കൊടുക്കുന്ന വലിയ റെസ്പെക്റ്റ് ആയിട്ടിരിക്കും. ഞങ്ങൾ അതിൽ മാത്രം പിറജാരിയുണ്ടായെങ്കിൽ ഞങ്ങൾക്കും പിന്നെ പിൽക്കാലത്തിൽ പെണ്ണുമക്ക ബലിയായിട്ടുണ്ടു. ആ പെണ്ണുമക്കും ഞങ്ങളെ റിജക്റ്റ് ആക്കിയിട്ടായി ഞങ്ങൾ പിന്നെ എവിടെ പോകണം? ഇത് എന്ത് ചെന്നെങ്കിൽ ഉമ്മമാർ ചെന്നെങ്കിൽ അങ്ങ് വലിയ മര്യാദസ്ഥന്മാർ. അപ്പം അങ്ങനെ ഔറത്തിനെ കാണുന്നതും അങ്ങനെ ഔറത്തിനെ ക്ലീനാക്കുകയും അങ്ങ് വേറെ ആർക്കും അങ്ങ് സമ്മതം കൊടുക്കല്ലേ അങ്ങനെ ജീവിതത്തിൽ അത്ര മര്യാദ അങ്ങ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെ ബേസ്റ്റായ സന്ദർഭത്തിൽ അങ്ങനെ അങ്ങക്ക് എല്ലാ താനും തണലായിട്ട് അങ്ങനെ പെണ്ണുമക്ക റെഡിയായിട്ടിരിക്കണം. അതുപോലെ അബ്ബമാർ ബേസ് കയറ്റിയിട്ടായെങ്കിൽ ആ അബ്ബമാരെ ഹിദ്മത്തെടുക്കും ആൺമക്ക റെഡിയായിട്ടിരിക്കണം. കാരണം അബ്ബയുടെ ഔറത്ത് അബ്ബയുടെ കുലിപ്പാട്ടവും അതെല്ലാം പെൺമക്കളെ കൊണ്ട് ആക്പാട്ടവും അല്ലെങ്കിൽ പത്തുങ്ങളെ കൊണ്ട് ആക്പാട്ടവും അബ്ബമാർ ഒരിക്കലും അത് ഇഷ്ടപ്പെടല്ലേ. അങ്ങ് വായിച്ച് തുറന്നിട്ട് ചൊല്ലുകാവില്ലേ. പക്ഷെ ഞങ്ങൾ അത് പരിസ്ഥിതി ഞങ്ങൾ അർത്ഥാക്കണം. ഞങ്ങൾ ഉമ്മബ്ബമാർ എത്ര മര്യാദ അങ്ങ് അർത്ഥം കാര്യങ്ങൾ ഔറത്ത് കാണിക്കൂ അങ്ങ് ഇഷ്ടപ്പെടുവാറാ. പക്ഷെ അങ്ങ് എന്ത് കെപ്പം മൂക്കായിട്ട് പോവാറ് അല്ലെങ്കിൽ അങ്ങക്ക് എന്ത് ചൊല്ലൂ അങ്ങക്ക് ആ ഗൗരവം അങ്ങ് ഗൗരവത്തിൽ ചൊല്ലു അങ്ങ് ആവല്ലേ. പക്ഷെ ഞങ്ങൾ അത് അർത്ഥാക്കിയില്ലെങ്കിൽ പിൽക്കാലത്തിൽ ഞങ്ങൾ അവസ്ഥയും അതുപോലെ ആയിപ്പോണ്ടു. ഞങ്ങൾക്കും ബേസാവുകൊണ്ടല്ലേ, ഞങ്ങൾക്കും അതുപോലെ പിത്താവുകൊണ്ടല്ലേ. അതുകൊണ്ടും ഈ വിഷയത്തിൽ ഉമ്മ അബ്ബയുടെ വിഷയത്തിൽ ഹയാത്തുള്ള ഉമ്മ അബ്ബക്കും ഞങ്ങൾ ചെയ്തതായ എല്ലാ കോണം ചെയ്യണോ. ഇൻഷാ അള്ളാ ഇന്ന് മരിച്ചുപോയ ഉമ്മ അബ്ബ ഉണ്ടെങ്കിലാ അതും ഒരു വിഷയമായിട്ട് ടോപ്പിക്കായിട്ട് ഇൻഷാ അള്ളാ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയാത്തുള്ള ഞങ്ങൾ എല്ലാ ഉമ്മ അബ്ബക്കുമാർക്കും എത്ര ഗുണം ചെയ്യുക നിങ്ങൾക്ക് സാധ്യത അത്രമാത്രം നമുക്ക് ഗുണം ചെയ്തിട്ട് അതിനെ പല ദുനിയാവിലും അനുഭവിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഉമ്മ അബ്ബമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.